ചന്തു ഇന്ന് ഏത് കഥയാ വായിച്ചനെ? കുക്കുവും മിക്കുവും അല്ലേ? കുക്കുവും മിക്കുവും. കുഞ്ഞിക്കുരുവിയാണ് കുക്കു. കുക്കു എന്താണ്? കുഞ്ഞിക്കുരുവി. നല്ലവളായ കുക്കുവിന്റെ ചങ്ങാതിയാണ് വികൃതി കുറുക്കൻ വിക്കു. വികൃതി കുറുക്കന്റെ പേരെന്താ? വിക്കു. ആര് പറഞ്ഞാലും അവൻ അനുസരിക്കാറില്ല. വിക്കു ആര് പറഞ്ഞാലും അനുസരിക്കില്ല കേട്ടോ. കുറുമ്പ് കാണിച്ചിങ്ങനെ നടക്കൂട്ടാ. ഒരു ദിവസം കുക്കുവും വിക്കുവും നടക്കാനിറങ്ങി. വിക്കുതാ നടക്കണു, കുക്കുരുവി പറന്നു പോണു. അപ്പൊ കുക്കു പറഞ്ഞു, വിക്കു നോക്ക്, എന്ത് മനോഹരമായ പൂക്കൾ, നല്ല മണം, നല്ല മണം പറഞ്ഞ് മണത്തൂട്ടാ കുക്കുരുവി. അപ്പൊ വിക്കു പറഞ്ഞു, ഒരു പണിയൊപ്പിക്കാം. അവൻ ഒരു വടിയെടുത്ത് പൂക്കളെല്ലാം തല്ലിക്കൊഴിക്കാൻ തുടങ്ങി. അയ്യേ, എന്തൊരു ബാഡ് ബോയ് അല്ലേ, പൂക്കളൊക്കെ തല്ലിക്കൊഴിക്കണു വിക്കു. അല്ലാത്ത വികൃതി തന്നെ അല്ലേ ചന്തു? അപ്പൊ കുക്കു പറഞ്ഞു കൂട്ടാ, വേണ്ട വിക്കു. കുക്കു വിലക്കി. അത് കേൾക്കാതെ വിക്കു ചെടിയിൽ അടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടുവോ? എന്നാൽ അടി കൊണ്ടത് താഴെ ഉറങ്ങിക്കിടന്ന നീലൻ പാമ്പിനായിരുന്നു. അയ്യോ, ഈ പൂക്കളുടെ അടിയിലേ ഒരു നീലൻ പാമ്പ് കടന്ന് ഉറങ്ങുണ്ടായിരുന്നു. അതിന്റെ മേളിലേക്ക് അടിച്ചേ വിക്കു. അപ്പൊ എന്താ ഉണ്ടായേ? ദേഷ്യം വന്ന നീലൻ വിക്കുവിനെ കടിക്കാനാഞ്ഞു. നിന്നെ ഞാൻ പറഞ്ഞിട്ട് കുറുക്കന്റെ പിന്നാലെ പാമ്പ് പാഞ്ഞുടാ. പേടിച്ചു പോയ വിക്കു ജീവനും കൊണ്ടോടി. അതെയാ, അതുണ്ടാ കഥയില്. അടി കൊണ്ടു കഴിഞ്ഞു ഓൾറെഡി പാമ്പിന്. അടിച്ച പാമ്പിനെ അടിക്കാൻ പാടില്ല. പാമ്പിനെ അടിച്ച ഒന്നിനെയും നമ്മൾ അടിക്കാൻ പാടില്ല. പാടുവോ? അടിച്ച അത് പിന്നാലെ കടിക്കാൻ വരില്ലേ? കടിക്കാൻ വരും. കടിക്കാൻ വരും. അങ്ങനെയാണ് ഇപ്പൊ കുറുക്കന്റെ പിന്നാലെ പാമ്പ് ഓടിപ്പോയത്. അടിക്കാൻ പാടില്ല കേട്ടാ നമ്മളൊന്നിനെയും അതൊന്നും പാടില്ല. അതൊന്നും പാടില്ല. അതാണ് കുക്കുവിന്റെയും വിക്കുവിന്റെയും കഥ. ഇഷ്ടായ ചന്തുവിന് കഥ?